വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിന് നടുക്കുന്നൊക്കെ കാണാൻ പോയി വെള്ളത്തിന് നടുക്ക് മുളംകുടിലുകളുണ്ട്, ബോട്ട് ഓടിക്കാം. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് പൂമീൻ ചാട്ടമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടിങ് പ്രൈസും അത്ര എക്സ്പെൻസീവ് ഒന്നും. ചാടി ബോട്ടിലോട്ട് വന്ന എന്റെ especially it's very enticing to see the fish jumping out of the, and it's very pleasure to the eyes also, fish jumping out of the sea, especially for the kids. അപ്പൊ നമ്മള് പൂമീൻ തുള്ളിച്ചാടുന്ന കാഴ്ചകളായി കണ്ടു. അപ്പൊ നമുക്ക് കരിമീനുണ്ട്. വാട്ടർ സൈക്കിൾ ചെയ്യാൻ പോണേ. മത്സ്യഫെഡിന്റെ കായലിന്റെ നമ്മുടെ കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലെ ഞാറക്കൽ ആശുപത്രിപടി ബസ് സ്റ്റോപ്പിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് ഒരു 5 മിനിറ്റ് ബൈക്ക് ഓടിച്ചാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. മെയിൻ റോഡിൽ നിന്ന് ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് ബീച്ചിലാണ്. കുറഞ്ഞ ചെലവിൽ ഒരു ദിവസം മുഴുവനും കുടുംബവുമൊത്ത് ആഘോഷിക്കാൻ സാധിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. പുത്തൻ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഇടങ്ങൾ എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയിലാണിവ. മത്സ്യഫെഡിന്റെ മാലിപ്പുറം ഫിഷ് ഫാമും ഞാറക്കൽ ഫിഷ് ഫാമും. ഇവിടുത്തെ മാനേജർക്ക് ഇരിക്കുന്ന ഓഫീസ് ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാറക്കൽ ഫിഷ് ഫാമിലാണ്. കാർ പാർക്ക് ചെയ്യുന്നതിനും 2 വീലറൊക്കെ പാർക്ക് ചെയ്യുന്നതിനും ഒരു പ്രത്യേക സൗകര്യം ഇവിടെയുണ്ട് കേട്ടോ. അതും ഈ കായൽ തീരത്ത് തന്നെ. അപ്പോൾ നമുക്ക് കയറി വരുന്ന എൻട്രൻസിലാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് അകത്തേക്ക് കയറാനുള്ള വഴി. എറണാകുളം ഹൈക്കോർട്ടിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ വാഹനം ഓടിച്ചാൽ നമുക്ക് ഇവിടെ എത്താം. വെൽക്കം മത്സ്യഫെഡ് അക്വ ടൂറിസം സെന്റർ ഞാറക്കൽ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ കാണുന്ന കുഞ്ഞു മരപ്പാലം കടന്നാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത്. ഇതിനിടയിലൂടെ കുഞ്ഞു വഞ്ചികളൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഹലോ മച്ചാന്മാരെ, നമ്മുടെ മുത്താണ് കൊച്ചി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് റോക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാറക്കൽ മത്സ്യഫെഡിൻ്റെ ഫിഷ് ഫാമിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ഇവിടുത്തെ മാനേജർ നിഷ മാം ആണുള്ളത്. ഹായ് മാം. ഹായ്. ഹലോ മാം. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ നടക്കുന്നത്? ജോസ് പറഞ്ഞ പോലെ തന്നെ മത്സ്യഫെഡിന്റെ ഒരു ഫിഷ് ഫാമാണിത്. അതായത് മത്സ്യകൃഷിയും അതുപോലെ തന്നെ ജലവിനോദസഞ്ചാരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് മത്സ്യഫെഡിന്റെ ഈ ഫിഷ് ഫാം ആൻഡ് അക്വാ ടൂറിസം സെന്റർ ഞാറക്കൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൃഷി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പൂമീൻ വളർത്തുന്നുണ്ട്, തിരിത വളർത്തുന്നുണ്ട്, കരിമീൻ വളർത്തുന്നുണ്ട്, തിലാപ്പിയ, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വനാമി കൃഷി ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ കൂടുകളിൽ മത്സ്യക്കൂടുകളിൽ പിന്നെ കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്. 8 കൂടുകളിലായിട്ട് കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇത്രയും സുന്ദരമായ കാഴ്ചകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് വരുന്ന സന്ദർശകർക്ക് ഒരു ഉല്ലസിക്കാനായിട്ടൊരു അവസരം എന്നുള്ള രീതിയിൽ ആണ് ജലവിനോദസഞ്ചാരം അല്ലെങ്കിൽ അക്വാ ടൂറിസം നമ്മൾ തുടങ്ങിയത്. ഇവിടെ നിരവധി പാക്കേജുകളുണ്ട്. പക്ഷേ ഈ ഞാറക്കൽ അക്വാ ടൂറിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിന് നടുക്കുന്നൊക്കെ കാണാൻ പോയി വെള്ളത്തിന് നടുക്ക് മുളംകുടിലുകളുണ്ട്. പിന്നെ അതുമാത്രമല്ല ദൂരെ ഒരു വഞ്ചിയുടെ ആകൃതിയിൽ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടോ, അത് വഞ്ചിത്തുരുത്ത് എന്ന് പറയും. അതിനകത്തൊരു ഏറുമാടവും ഒക്കെ ഉണ്ട്. ഈ വഞ്ചിത്തുരുത്ത ഏറുമാടം, വെള്ളത്തിന് നടുക്കുള്ള മുളംകുടിലുകൾ, ഇതൊക്കെയാണ് ഞാറക്കൽ ഫിഷ് ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇവിടെ ടൂറിസം ഉപാധി എന്ന് പറയാനാണെങ്കിൽ വാട്ടർ സൈക്കിളുണ്ട്, കയാക്കിംഗ് ഉണ്ട്, കൊട്ടവഞ്ചിയുണ്ട്, പിന്നെ റോയിങ് ബോട്ട്, പെഡൽ ബോട്ട്, ചൂണ്ടയിട്ട് പിടിക്കുന്ന മീന് സന്ദർശകർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോലെ തന്നെ ഇവിടെ കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ വറുത്ത് വേണമെങ്കിൽ വറുത്തൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന സഹോദരിമാർ
സൗപർണിക എന്ന് പറയുന്ന ഒരു സ്വയം സഹായ സംഘമാണ് ഇവിടുത്തെ ഭക്ഷണശാല നടത്തുന്നത്. ആ ചേച്ചിമാർ അതൊക്കെ വെച്ച് തരും. അപ്പോൾ ചൂണ്ടയിട്ട് രസിക്കാം, പിന്നെ ബോട്ട് ഓടിക്കാം. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് പൂമീൻ ചാട്ടമാണ്. അപ്പോൾ സ്പീഡ് ബോട്ടിൽ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പൂമീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ ചാടുന്നത് കാണാം. അത് ഞാർക്കൽ ഫാമിൻ്റെ ഒരു വലിയൊരു ആകർഷണമാണ്. പിന്നെ നമ്മളുടെ അക്വാ ടൂറിസത്തിലുള്ള മത്സ്യഫീഡിൻ്റെ ഈ ഒരു പെർഫോമൻസ് പ്രകടനമൊക്കെ കണ്ടിട്ട് നമുക്ക് സൗജന്യമായിട്ടൊരു സമ്മാനം തന്നു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, ഒരു സോളാർ ബോട്ട്. അപ്പോൾ അതുകൊണ്ട് സോളാർ ബോട്ടിലൂടെയുള്ള സഞ്ചാരവും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. ഇവിടുത്തെ ഓരോ അത്ഭുത കാഴ്ചകളായ പൂമീൻ ചാട്ടവും അങ്ങനെ ഒത്തിരി കാഴ്ചകളെ പറ്റിയും നിഷ മേഡം വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു തന്നു. നമുക്കിനി ഈ കാഴ്ചകൾ കണ്ടാലോ? ഇവിടെ ഒരുപാട് സേഫ്റ്റി ജാക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ആഴമൊന്നും ഈ കായലിലില്ല, എന്നാലും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. മച്ചാമാർ നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. അതുപോലെ ആ പാലത്തുമ്പോൾ കൂടിയാണ് നമ്മൾ ഇവിടേക്ക് കടന്നു വന്നത്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആളുകൾക്ക് ഇരിക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ നടന്ന് പോകാൻ നേരത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇവിടേക്ക് വന്നിരിക്കാം. മച്ചാമാരെ ഇവിടെ ഇരിക്കാൻ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഇരിക്കുന്ന പ്ലേസ് ആണോ. നമ്മൾ കുറേ ദൂരം നടന്ന് ഇതിലൂടെ കുറച്ച് ദൂരം നമുക്ക് നടക്കാം. ഈ കായലിൻ്റെ ചുറ്റിലും ഇങ്ങനെ നടക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് ഒത്തിരി സൗകര്യങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. സത്യത്തിൽ പ്രകൃതിയെ കൂടുതൽ അറിയുവാനും ആസ്വദിക്കുവാനും ഇതിലേറെ മികച്ച ഇടങ്ങൾ വേറെ കാണില്ല. ഞാൻ ഇതിലൂടെ കുറേ നടന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇത്തരം കാഴ്ചകൾ ഇതുപോലെയുള്ള വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല അടിപൊളി ചായയൊക്കെ കിട്ടും കേട്ടോ. അതുമാത്രമല്ല കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം എല്ലാം ഈ സ്റ്റാളിലുണ്ട്. ഹലോ മച്ചാമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മത്സ്യഫെഡിൻ്റെ ക്യാൻറ്റീൻ ഏരിയയിലേക്കാണ്. ഇവിടെ ഫുഡ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഇവിടുത്തെ സ്റ്റാഫുമാരായ ചേച്ചിമാരുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? ചേച്ചിയുടെ പേര്? അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇവിടെ നിങ്ങളുടെ മനസ്സ് മാത്രമല്ല കേട്ടോ, വയറും നിറയും. ധാരാളം മരങ്ങളും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉൾഭാഗത്തിലൂടെ പോകുമ്പോൾ വേറൊരു ലോകത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ഇവിടെയുണ്ട്. ഞാറക്കൽ ഫിഷ് ഫാമിലേക്ക് വരുമ്പോൾ എൻട്രൻസ് ഫീ ഉണ്ട്. നമ്മൾ ആദ്യം ഒരു ടിക്കറ്റ് കൗണ്ടർ കണ്ടില്ലേ, ആദ്യം കയറി വന്നപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പാക്കേജുകളെ പറ്റിയും അവിടുത്തെ ടിക്കറ്റ് റേറ്റുകളെ പറ്റിയും ഓരോ സ്പെഷ്യൽ ഫുഡിൻ്റെ റേറ്റുകളെ പറ്റിയും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു തരുന്നതാണ്. മേഡം, ഇവിടെ വന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ യൂസ് ചെയ്തായിരുന്നു? റൗണ്ട് യൂസ് ചെയ്തായിരുന്നു. പിന്നെ വരും അല്ലേ? ഓക്കെ, താങ്ക് യു. ഒത്തിരി ആളുകൾ സുഹൃത്തുക്കളൊക്കെയായി വന്ന് ഇവിടെ വഞ്ചിയൊക്കെ തുഴഞ്ഞ് എൻജോയ് ചെയ്ത് നടക്കുന്നത് കാണാൻ തന്നെ വളരെ രസമാണ്. മുളങ്കുടിയിൽ നിന്നുള്ള ഫാമിലിക്ക് ഭക്ഷണവുമായിട്ട് സോളാർ ബോട്ട് ദിപ്പ് ഇവിടെ നിന്ന് എടുക്കും. ഞാനിതിൽ കയറിയിട്ട് ആ മുളങ്കുടിയിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫാമിലിയിൽ ശ്യാം സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്യാം സാർ വന്നിരിക്കുന്നത് മാംഗ്ലൂരാണ്. ശ്യാം സാർ, എങ്ങനെയുണ്ട് ഞാറക്കൽ മത്സ്യഫെഡ്? ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇവിടെ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടിങ്ങും എക്സ്പീരിയൻസും ഫുഡും ഇവിടുത്തെ സർവീസ് എല്ലാം വളരെ ഉണ്ടായിരുന്നു. ഫുഡും സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹോംലി ഫുഡായിരുന്നു. നല്ല 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 സർവീസ് ആയിരുന്നു. പ്രൈസും അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫിന്റെ ബിഹേവിയർ ഒക്കെ നല്ല നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഇവിടെ സോളാർ ബോട്ട് സർവീസ് ഉണ്ട്. ഈ സോളാർ ബോട്ട് സർവീസിന്റെ ഡ്രൈവ് ചെയ്യുന്നത് അമലാണ്. ഹായ് അമൽ. അവൽ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാഫിന് അമലിനെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. മേഡം, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ സോളാർ ബോട്ട് സർവീസ്? സർവീസ് അടിപൊളിയായിരുന്നു. നമ്മൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ അമല് കറക്റ്റ് ടൈമിൽ എത്തും. അല്ല, അമല്
ഇപ്പം നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചാലും നമ്മൾ വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും കാണിക്കും. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഹെൽപ്പൊക്കെ മാമല് ചെയ്യാറുണ്ട്. നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസ് ആയിരുന്നു അല്ലേ? ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു ബോട്ടിംഗിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ടോംവലി. ഈ സോളാർ ബോട്ടിൽ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ തോന്നിയൊരു പ്രത്യേകത, സോളാർ ബോട്ട് ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ട് ഈ കായലോളങ്ങളെ കീറി മുറിച്ച് പോകുമ്പോഴുള്ള വെള്ളത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കാൻ നല്ലൊരു സുഖം തോന്നിയായിരുന്നു. ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളിൽ കയറി ഓരോ ഫാമിലിയും ഈ തീരത്തുനിന്ന് പോകുമ്പോൾ അവരെ വളരെ ശ്രദ്ധയോടെയാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ് വിടുന്നതും, അതേപോലെ അവർ തീരത്തേക്ക് അടുക്കുമ്പോൾ അവരെ കെയർ ചെയ്ത് തീരത്തേക്ക് കയറ്റുന്നതും ഒക്കെ. ഇവിടുത്തെ മീൻ നമുക്ക് ചൂണ്ടിയിട്ട് പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കൊച്ചുകുട്ടി ഇന്ന് ചൂണ്ടിടുന്നതാണോ. ഇവിടെ ചൂണ്ടിയിട്ട് കിട്ടുന്ന മീൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വഞ്ചിത്രത്തിൽ എങ്ങനെയുണ്ട്? വഞ്ചിത്രത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പറായി, കുഴപ്പമൊന്നുമില്ല, സൂപ്പറായി, എല്ലാം തന്നു. ഇവിടുത്തെ സർവീസും ഫുഡും സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ സൂരജ് ചേട്ടനാണുള്ളത്, ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ സൂരജ് ചേട്ടൻ നമുക്ക് ലൈഫ് ജാക്കറ്റ് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബോട്ടിങ്ങിന് പോകുമ്പോൾ മസ്റ്റായിട്ടും ലൈഫ് ജാക്കറ്റ് അതേപോലെ സേഫ്റ്റി ഇത് യൂസ് ചെയ്യേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. വെള്ളത്തിൽ പോകുമ്പോഴാണ് വെള്ളത്തിൽ ഈ ബോട്ടിൽ അപ്പോൾ നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകാവുന്ന ബോട്ടുണ്ട്. അപ്പോൾ ഇവിടെ പങ്കായൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് ആദ്യം തന്നെ ആ ഒരു ബാംബു ഹഡിൻ്റെ അടുത്തേക്കും വഞ്ചിത്തുരത്തിൻ്റെ അടുത്തേക്കും നമുക്കൊന്ന് തുഴഞ്ഞു പോയിട്ട് വരാം. ബാംബു ഹഡ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാംബു ഹഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി പോകുന്നത് ആ ഒരു തുരുത്ത് കണ്ടോ, അവിടേക്കാണ് പോകുന്നത്. ആ തുരുത്തിൻ്റെ പേരാണ് വഞ്ചിത്തുരുത്ത്. നമ്മൾ ഈ വഞ്ചി തുഴഞ്ഞ് വഞ്ചിത്തുരുത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിമനോഹരമായ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. മിക്ക സന്ദർശകരെയും ആകർഷിക്കുന്ന ഒന്നാണ് വഞ്ചിത്തുരുത്തിലെ ഏർമാടം. കായലിൻ്റെ നടുക്ക് വഞ്ചി ആകൃതിയിലൊരു തുരുത്തുണ്ട്. ഒരു ദിവസം മുഴുവനും ചെലവഴിക്കാവുന്ന പാക്കേജും രാവിലെയും വൈകുന്നേരവും മാത്രമായി തിരഞ്ഞെടുക്കാവുന്ന പാക്കേജുകളുമുണ്ട്. വിഭവസമൃദ്ധമായ ഊണും ചായയും പലഹാരങ്ങളുമൊക്കെ ഈ വഞ്ചിത്തുരുത്തിലെത്തിക്കും. പ്രകൃതിയുടെ ഭംഗി മുഴുവനായി ആസ്വദിച്ച് ഒരു ദിവസം മുഴുവനും വഞ്ചിത്തുരുത്തിലെ ഏർമാടത്തിൽ ചെലവഴിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വഞ്ചിത്തുരുത്തിലാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണ് ആ കാണുന്നത് കേട്ടോ. ഒത്തിരി ദൂരെയാണ്, അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട് ഇവിടേക്ക്. പക്ഷെ വരാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ വഞ്ചിയൊക്കെ തുഴഞ്ഞു പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളിവിടുത്തെ ഏർമാടത്തിലേക്ക് കയറാൻ പോണേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കയറാം. വാ, ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഏർമാടത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ കഴിച്ചു കാണാം. മച്ചാമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഏർമാടത്തിൻ്റെ മുകളിലാണ്. ഈ വഞ്ചിത്തുരുത്തിലെ ഏർമാടത്തിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ടോ. ചെറിയ കാറ്റും അതേപോലെ അത്യാവശ്യം തണലും, 2 തെങ്ങൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ചെറിയ തണലും നല്ല കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ വഞ്ചിത്തുരുത്തിൽ. റെഡി ആയിട്ടുണ്ട്. നമുക്കെന്നാ തുഴഞ്ഞ് ഒന്ന് കരവരെ പോയിട്ട് വന്നാലോ. മിഥുൻ ചേട്ടനാണ് നമ്മുടെ സോളാർ ബോട്ട് ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്ന കാഴ്ചയാണ് മീൻചാട്ടം. കേരളത്തിലൊരു സ്ഥലത്തും കാണാൻ സാധിക്കാത്ത അത്ര മനോഹരമായ കാഴ്ചയാണ് ഈ ഫാമിലെ മീൻചാട്ടം. എടുത്തു വിടാലോ വെള്ളത്തിലോട്ട്. ചാടി ബോട്ടിലോട്ട് വന്ന എന്റെ പൊന്നെ. അത് മച്ചാമാരെ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയുണ്ടത്. മീനിങ്ങനെ തുള്ളിച്ചാടുന്നത് കാണാനായിട്ട്.
അപ്പോൾ നമ്മൾ ഭൂമീൻ തുള്ളിച്ചാടുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ മിഥുൻ ചേട്ടനാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചത്. കാരണം ഏത് ബോട്ടിൽ കയറിയാലും ഇപ്പോൾ നമ്മൾ യാത്രക്കാരെ കയറ്റുന്ന പല ബോട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ശബ്ദം ഒരുക്കുള്ളൂ. ആ എഞ്ചിൻ ബോക്സിൻ്റെ സൈഡിലേക്ക് ഭയങ്കര ശബ്ദം ഒരുക്കുള്ളൂ. പക്ഷേ ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോളാർ ബോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3-in-1 എന്ന് പറയാം. അതായത് ശബ്ദ മലിനീകരണമില്ല. അതൊരു നല്ല ഇതല്ലേ. ജല മലിനീകരണമില്ല, ജലത്തിൽ കൂടിയാണ് പോണത്. ഈ വായു മലിനീകരണമില്ല. ഇത് യാത്ര ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും. അതാണ് ഈ ബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിച്ചേച്ചിയും രമിച്ചേച്ചിയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് സൗവർണിക. ഞങ്ങള് ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി സംഘത്തിലെ SHG ഗ്രൂപ്പാണ്. ഞങ്ങള് 9 അംഗങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളാണ് ഫുഡെല്ലാം റെഡിയാക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും മാറി മാറിയാണ് ചെയ്യുന്നത്. നമുക്ക് സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ ഫുഡായിട്ട് കരിമീൻ, ചെമ്മീൻ, കക്ക, ഇതാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്ന ആൾക്കാര് ബീഫ് വേണോ, ചിക്കൻ വേണോ, പറ വേണോ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ചെയ്തു പറയണനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പോൾ ചേച്ചി താങ്ക് യു. അപ്പോൾ മിഥുൻ ചേട്ടൻ നമുക്കുള്ള ഫുഡൊക്കെ ഇവിടെ സെർവ് ചെയ്ത് അവർ 3 പേരും തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ മച്ചാമാരെ, നമ്മളിതേ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംബു ഹഡിലാണ് കേട്ടോ. ബിമോൻ അവിടെ ഗിംബലൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ബാംബു ഹഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ചുറ്റിന് വെള്ളമാണ്, താഴെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇന്ന് തന്നേക്കാം സ്പെഷ്യൽ ഫുഡാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് കരിമീനുണ്ട്, അതേപോലെ കൊഞ്ച്, കക്കയിറച്ചിയുണ്ട്, പിന്നെ ചോറ്, എനിക്ക് തോന്നുന്ന പൂമീനാണ് തോന്നുന്നത്. പൂമീൻ വറുത്തതും കറി വെച്ചതുകൊണ്ട്, പിന്നെ മോര്, വെജിറ്റബിൾ കുറച്ച് കറികൾ, സാമ്പാർ, രസം, പപ്പടം, അച്ചാറ്, പിന്നെ ചോറ്. ഞാനും ബിക്കൂട്ടനും കൂടി അപ്പോൾ ഫുഡ് കഴിക്കാൻ പോണേ കേട്ടോ. നമ്മൾ പറഞ്ഞതിന് ശേഷമുണ്ട് ഈ കരിമീൻ ഇങ്ങനെ വറുത്ത് തന്നത്. ഇപ്പം നല്ല ചൂടുണ്ട് ഈ വറുത്ത കരിമീൻ. അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തത്, കക്കയിറച്ചി, അങ്ങനെ ഒത്തിരി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഈ ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ. നമ്മൾ കായലിന്റെ നടുക്കിരുന്ന് ഞാൻ കൂടെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയുണ്ട് ഇടുവല്ലേ? അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരിമീനാണെങ്കിലും ഇവിടുത്തെ മീനുകളാണെങ്കിലും ഫ്രഷ് ഫുഡാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചില ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഐസിൽ വെച്ച മീനൊക്കെ ഇപ്പോൾ വരുന്നത്. ഇതങ്ങനെയല്ല. ഇവിടെ ഇവർ പിടിച്ച് ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ടില്ലേ മീൻ ഇങ്ങനെ തുള്ളിച്ചാടി കിടക്കുന്ന മീനെ കണ്ടില്ലേ? അപ്പോൾ ആ മീനെ പിടിച്ചിട്ട്, ആ തുള്ളിച്ചാടുന്ന മീനെ പിടിച്ചിട്ട് അത് ആ ഫ്രഷ് മീൻ കറി വെച്ചതും വറുത്തതും, അതുപോലെ തന്നെ ഇവിടെ കൂട് കൃഷിയുണ്ട്, ആട്ടത്ത് കൂട് കൃഷിയുണ്ട്. അപ്പോൾ ആ കൂട് കൃഷിയിൽ നിന്ന് കരിമീനാണ് ഇപ്പോൾ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കരിമീനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ മച്ചാമാരെ, നമ്മുടെ കൂടെ നിന്നുള്ളത് രൂപേഷ് സാറാണ്. അപ്പോൾ രൂപേഷ് സാർ ഇവിടെ വന്നു ഇത് എക്സ്പീരിയൻസ് ചെയ്തു. അതുപോലെ തന്നെ സോളാർ ബോട്ട്, അതേപോലെ ഭൂമീൻ ചാടുന്നത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് രൂപേഷ് സാറിനോട് ചോദിക്കാം. Hi Rupesh sir. Hello, how are you? Can you tell me about this Experience, that's my family. We are from Bombay. Okay. It's a wonderful experience, sir. Okay, solar boat is a different boat altogether. It's no noise at all. Okay. And they did some, They did a couple of few rounds. Very exciting to see, a very different experience actually. Coming to Kerala, I think this is one of the best tourist spots. Anyone can come here. Such kind of experience is very rare to find in any other, locations out here. Especially, it's very enticing to see the fish jumping out of the, and it's very pleasure to the eyes also. Fish jumping out of the sea, especially for the kids. Very exciting. Overall, the concept is fantastic, and I think as a family, we all enjoyed here on the boat. Thank you. Okay, well, thank you so much. Thank you. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് വാട്ടർ സൈക്കിൾ ചെയ്യാൻ പോണേ. ഓക്കെ.
ഹലോ മച്ചാമാരെ, നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണേ. സാധാരണ നമ്മുടെ സൈക്കിള് തിരിയുന്ന പോലെ തന്നെ, നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോൾ സൈക്കിൾ തിരിയുന്ന പോലെ തന്നെ ഇത് തിരിയും. ആർക്കും വളരെ എളുപ്പത്തിൽ ഇത് ചവിട്ടാട്ടോ. പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ പോലും ഇത് ചവിട്ടി കൊണ്ടുപോകാൻ പറ്റും. ഇതിന് പുറകിൽ പങ്കയാണ് കേട്ടോ, പങ്കയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തിരിയുമ്പോൾ അതിനൊരു ഷീൽഡ് കൊടുത്തിട്ടുണ്ടോ തിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മത്സ്യഫെഡിൻ്റെ കായലിൻ്റെ സെൻട്രിൽ കൂടിയാണ് ഇപ്പോൾ ഈ സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മോനെ എങ്ങനെയുണ്ട് വാട്ടർ സൈക്കിൾ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കിട്ടുവാണല്ലേ? ഹായ്. അപ്പം നമ്മൾ അടുത്തത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കയാക്കാണ്. കയാക്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് അറിയാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. മച്ചാമാരതേ നമ്മൾ കയാക്കിൽ കയറി പോകാൻ പോകണ്ടോ എബിക്കുട്ടാ? എബിക്കൂടെ കയാക്കി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെയാണ്. എബിക്കൂടെ എങ്ങനെയുണ്ട്? എന്താണ് എക്സൈറ്റ്മെന്റ് ആണോ? ഞാൻ ആദ്യമായിട്ടാണ് കയാക്കി. ഞാൻ ആദ്യമായിട്ടാണ് കയാക്കി കയറണേ. പക്ഷെ ഞാനും ആദ്യമായിട്ടാണ് കയാക്കി കയറുന്നത്. ഇവിടെ കൊട്ടവഞ്ചിയെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് കൊട്ടവഞ്ചിയിൽ കയറാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ കയാക്കി പോയിട്ട് വരാം. മച്ചാമാരെ, നമ്മളിപ്പോൾ കൊട്ടവഞ്ചി കയറി ഇരിക്കണുണ്ടോ? അപ്പോൾ നമുക്ക് കൊട്ടവഞ്ചി കൂടി ഒന്ന് എങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊട്ടവഞ്ചി തുഴഞ്ഞത്. കൊട്ടവഞ്ചി തുഴയുമ്പോൾ ഒരു കോമഡി ഉണ്ട്. ഒരാൾ മാത്രമായിട്ട് തുഴഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടവഞ്ചി കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്തും ഒരേ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് വായിക്കണം, അതേപോലെ അനുസരിക്കണം. പിന്നെ ഇത് കണ്ടോ, ചൂണ്ട ഇടുന്ന, നമുക്ക് ചൂണ്ട ഇവിടെ നിന്ന് എടുക്കാം, ഇര ഇവിടെ നിന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് ചൂണ്ടയിടാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം വൈകുന്നേരമായി. ഞാനവിടെ നിന്നൊരു പഴംപൊരിയും ഒരു ചായയും വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് മെല്ലെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു. സത്യത്തിൽ ഇവിടുന്ന് പോകാൻ തോന്നാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ചെറിയ തണുത്ത കാറ്റും കായലിൻ്റെ കുഞ്ഞോളങ്ങളും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. അതോ മച്ചന്മാരെ, ഞാനപ്പോൾ കുറച്ച് നേരം ഇവിടെ നടന്നു. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സൺസെറ്റൊക്കെ കണ്ടിരിക്കുന്നുണ്ടോ. സമയം 6 മണിയോടെടുത്തു. ഇവിടുന്ന് പോവേണ്ട സമയമായി. നല്ല തണുത്ത കാറ്റും കിളികളുടെ ശബ്ദവും സൺസെറ്റും എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു ഈവനിങ് ആയിരുന്നു ഇത്. ഫാമിലി ആയിട്ട് കുട്ടികളും ഫ്രണ്ട്സ് അങ്ങനെ ആർക്കും വന്ന് എൻജോയ് ചെയ്ത് ഒരു ദിവസം ഫുള്ള് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ കൊച്ചിയിൽ അതിമനോഹരമായൊരു സ്ഥലമാണ് അത്. ഇവിടുത്തെ ഒരു പാക്കേജിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഈ വീഡിയോന് താഴെ. ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ തോന്നാത്തത് കൊണ്ട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് മാത്രമല്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ നിറം മാറി, മൊത്തത്തിൽ ചുവന്നു, നല്ല ഭംഗിയായി. പിന്നെ അത് മാത്രമല്ല, നല്ല തണുത്ത കാറ്റ്, ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് യാത്ര പോയി. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അതിമനോഹര കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ മുത്താണ് കൊച്ചി.